ഹലോ ചങ്ങായിമാരെ, നമ്മളിത് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സദ്യയുടെ അടുത്ത ഐറ്റമായിട്ടുള്ള പച്ചടിയാണ്. പൈനാപ്പിൾ പച്ചടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കിത് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പച്ചടി കൂടിയാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള പൈനാപ്പിളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ നടുവേ നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെയും കൂടി ഒന്ന് പകുതിയാക്കണം. അതിനുശേഷം നമുക്ക് ഈ നടുവേ ഉള്ള ഒരു ഇത്തിരി ഹാർഡായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നീട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം നമുക്ക് വട്ടവും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇത്രയുള്ള നമ്മുടെ പൈനാപ്പിൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. പിന്നീട് നമ്മുടെ പച്ചടിക്ക് വേണ്ടത് തേങ്ങാപ്പീരയാണ്. ഒരു ബൗളിൽ നമ്മൾ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേണ്ടത് കുറച്ച് കടുക് കൂടിയാണ്. നമ്മുടെ പച്ചടിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കടുക് എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ശർക്കരയാണ്. അത് നമ്മൾ ഒരു ഇത്തിരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. പിന്നീട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് മുളക് പൊടിയാണ്. അതുകൂടി നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് നെടുവേ കീറിയത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേണ്ടത് ശർക്കരയാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് വേണ്ടത് വെള്ളവും കൂടിയാണ്. അതുകൂടെ നമുക്ക് ചേർത്തതിന് ശേഷം ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലിടാനുള്ള അരപ്പ് റെഡിയാക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കടുവും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ നമുക്ക് നല്ലവണ്ണം വെന്ത് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ ഏകദേശം പറ്റി. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് ഈ തേങ്ങ അരച്ചതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത്രേ ഉള്ളൂ. നമ്മുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ആ തൈര് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തൈര് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് അടപ്പ് ഓഫ് ചെയ്യണം. തൈര് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്ക് വറപൊട്ടിച്ചിടാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം. അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് എല്ലാം ഷടപടയെന്ന് പറഞ്ഞ് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു 2-3 വറ്റൽമുളക് നെടുവേ കീറിയത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണ്ടത് കറിവേപ്പിലയാണ്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളിപ്പോൾ വറപൊട്ടിച്ചത് അതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇതിലേക്ക് നമ്മൾ ഈ വറപൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്കൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇത്രേ ഉള്ളൂ. നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ആ മുന്തിരിയും കൂടി കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പച്ചടിയാണിത്. അപ്പോൾ നിങ്ങൾ സദ്യ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സദ്യയുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.